നമസ്കാരം. കേരള ന്യൂസിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം പാർലമെന്റ് മണ്ഡലങ്ങളുടെ പുനർനിർണയം, അതുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്തുകൾ എന്താണ്, ആർക്കാണ് അതുകൊണ്ട് നേട്ടമുണ്ടാകുന്നത്, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഈ വിഷയം ചർച്ച ചെയ്യാനായിട്ട് നമ്മോടൊപ്പം ഉള്ളത് VKR മോഹൻ എന്ന സ്വതന്ത്ര മാധ്യമ പ്രവർത്തകനാണ്. അപ്പോൾ അദ്ദേഹത്തോട് നമുക്ക് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാം. സാറേ നമസ്കാരം. നമസ്കാരം. സാറേ, ഈ പാർലമെന്റ് മണ്ഡലങ്ങളുടെ പുനർനിർണയം അത് ആർക്കാണ് നേട്ടമുണ്ടാകുന്നത്? എന്താണ് BJPക്ക് അത് പെട്ടെന്ന് നടത്തണം എന്നൊരാഗ്രഹം ഉണ്ടാകാൻ കാരണം? അതുകൊണ്ട് ഏതൊക്കെ നമ്മുടെ കേരളത്തിനുണ്ടാകുന്ന പ്രശ്നം എന്താണ്, ഹരിയാനയ്ക്ക് ഉണ്ടാകുന്ന പ്രശ്നമാണ്, UPക്ക് ഉണ്ടാകുന്ന പ്രശ്നം എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് എനിക്ക് സാറിൽ നിന്ന് അറിയേണ്ടത്. അപ്പോൾ അതിനെക്കുറിച്ച് സാറൊന്ന് പറഞ്ഞാൽ. നമ്മുടെ ഭരണഘടന പ്രകാരം ആർട്ടിക്കിൾ 82, 170, 82, 170 പാർലമെന്റിലെ സാമാജികരുടെ എണ്ണവും പാർലമെന്റ് നിയോജക മണ്ഡലങ്ങളുടെ അതിർത്തികളും നിശ്ചയിക്കുന്നത് ഈ ഭരണഘടനാ പ്രകാരമുള്ള ഒരു മാൻഡേറ്റാണ്. ഇത് നിശ്ചയിക്കാനുള്ള കാരണം ജനസംഖ്യ വർദ്ധിക്കുന്നതനുസരിച്ച് പാർലമെന്റ് അംഗങ്ങളുടെ എണ്ണവും വർദ്ധിക്കും. അപ്പോൾ ഈ ഡിസ്ട്രിബ്യൂഷനെ പറ്റി പല പരാതികളും പല സ്ഥലത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. 1951 494 സീറ്റായിരുന്നത് 61 523 സീറ്റായിട്ടും 1971 543 സീറ്റായിട്ടും മത്സരിക്കാനുണ്ടായത്. 1971 മുതൽ സ്റ്റേബിൾ ആയിട്ടുള്ള 543 തന്നെ അത് പിടിച്ചു നിർത്തി. അതിൻ്റെ കാരണങ്ങൾ വേറെ. അപ്പോൾ ഈ പാർലമെൻറ്റിലെ ഡീലിമിറ്റേഷൻ, പുതിയ ഡീലിമിറ്റേഷൻ അല്ലെങ്കിൽ പുതിയ ജനസംഖ്യ ആനുപാതികമായിട്ടാണ് തീരുമാനിക്കുന്നത്. 753 സീറ്റ് വരെ വേണമെങ്കിൽ ഉണ്ടാകാം പുതിയ പാർലമെൻറ്റിൽ. അപ്പം ഈ കഴിഞ്ഞ പാർലമെൻറ്റിൽ 543 സീറ്റുള്ളപ്പം 129 സീറ്റാണ് തെക്കേ ഇന്ത്യയിലെ പാർട്ടികൾക്കുണ്ടായിരുന്നത്. തെക്കേ ഇന്ത്യയിലെ പാർട്ടികൾ ആന്ധ്രാപ്രദേശ്, തെലുങ്കാന, തമിഴ്നാട്, കർണാടക, കേരള തുടങ്ങിയ പാർട്ടികൾക്കുണ്ടായിരുന്നത്. ഈ 753 കൂടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ പേഴ്സൻറ്റേജ് ഇപ്പോഴുള്ള 24% നിന്നും 19% കുറയും. സൗത്ത് ഇന്ത്യ, തെക്കേ ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾക്ക് ഉള്ള റെപ്രസെൻറ്റേഷൻ അത്രമാത്രം കുറവ് വരും. അത് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് പാർലമെൻറ്റാണ്. ലോക്സഭ ചർച്ച ചെയ്യാണ്, ബജറ്റ് പാസ്സാക്കുന്നത് അവിടെയാണ്. അപ്പോൾ എല്ലാ സംസ്ഥാനങ്ങളിലെയും ശ്വാസം മുട്ടിക്കാൻ പറ്റുന്ന നിയമനിർമ്മാണങ്ങൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ സംയുക്തമായി വിചാരിച്ചാൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഏത് ഭരണഘടനാ ഭേദഗതിയും പാസ്സാക്കാനും പറ്റും. ആ അപകടം മുന്നിൽ കണ്ടുകൊണ്ടാണ് തെക്കേ ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ കക്ഷികളും, സ്റ്റാലിൻ ഉൾപ്പെടെയുള്ളവർ, രേവന്ത് റെഡ്ഡി ഉൾപ്പെടെയുള്ളവർ, സിദ്ധാരാമയ്യ ഉൾപ്പെടെയുള്ളവരെല്ലാം ഈ ഡീലിമിറ്റേഷൻ്റെ യുക്തിയെ ചോദ്യം ചെയ്യുന്നു. ഈ ധനകാര്യപരമായി ഈ വിവേചനം ഉണ്ടാകുമെന്നുള്ള കണക്കുകൂട്ടൽ തന്നെയാണ് ചെയ്യുന്നത്. അല്ല, ഞാൻ ചോദിക്കുന്നത് ഇപ്പം അത് ഭരണഘടനാ പ്രകാരം ജനസംഖ്യ അനുപാതികമായി ഇത് പുനർനിർണ്ണയിക്കാനുള്ള അവകാശം ഈ രാഷ്ട്രീയ അതാത് ഭരണകർത്താക്കൾക്കുണ്ടായിരുന്നല്ലോ. അത് കോൺഗ്രസ് അന്ന് 71 അത് സ്റ്റോപ്പ് ചെയ്തു. ഇതുകൊണ്ട് ഇപ്പം BJP തുടങ്ങുന്നതിനെ BJPയെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ. പറ്റുമോ? അല്ല, BJPക്ക് അതിനുള്ള അവകാശമുണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ അവർ വോട്ടിട്ട് ജയിച്ചിരിക്കുകയാണ്. അവർ ജയിച്ച അവരുടെ മാൻഡേറ്റ് അനുസരിച്ച് അവർ ഭരിക്കുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് കാണേണ്ട ഒരു കാര്യം, ഇത്തരം പഠനങ്ങൾ നടത്തുന്നതുകൊണ്ടൊരു ഗുണം നമ്മൾ ഞെട്ടിപ്പോകും. SC വിഭാഗത്തിന്, SC/ST വിഭാഗത്തിന് റിസർവേഷൻ ഇല്ലാത്ത ഏക സംസ്ഥാനം 71 കണക്കനുസരിച്ച് ഏക സംസ്ഥാനം ജമ്മു കാശ്മീരാണ്. എന്തുകൊണ്ട് അവിടെ കൊടുത്തില്ല എന്നുള്ളത് ഒത്തിരി വിവാദപരമായ ചർച്ചകൾക്ക് വഴിവെക്കുന്നതാണ്. അവിടെയാണ് നമ്മൾ ഈ ആർട്ടിക്കിൾ 370 പറഞ്ഞു നിൽക്കുന്നത്. SC/STക്ക് കൊടുത്തിട്ടില്ല. ഇപ്പോൾ ന്യൂനപക്ഷങ്ങളെ അവഗണിക്കുന്നു എന്ന് പറഞ്ഞ സമരം അവിടെ നടത്തുന്നത് പരാജയപ്പെടാനുള്ള കാരണം ഇത്തരം മൗലികമായ വേറെ ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. അത് കാണാതെ ഇത് ചെയ്യാൻ പറ്റില്ല, ഇത് മുമ്പോട്ട് പോകാനും പറ്റില്ല. പിന്നെ രണ്ടാമത്, ഇപ്പോൾ നമ്മൾ പ്രചരിപ്പിക്കുന്ന രാഷ്ട്രീയ സാഹചര്യം, എല്ലാ സ്റ്റേറ്റുകളും ചേർന്ന് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ BJPക്ക് അപ്പർ ഹാൻഡുള്ള ഒരു പശ്ചാത്തലത്തിലാണ് ഇന്ന് ഈ വിഭജനത്തെക്കുറിച്ചാണ് തർക്കിക്കുന്നത്. അപ്പോൾ നമ്മൾ ഉടനെ പറയും BJPക്ക് അപ്പർ ഹാൻഡ് കിട്ടുന്ന ഒരു സംവിധാനമാണെങ്കിൽ, അതായത് 753 സീറ്റിൽ ബഹുഭൂരിപക്ഷം അവർക്ക് കിട്ടുമെങ്കിൽ ഉറപ്പായിട്ടും BJP ആഗ്രഹിക്കുന്നതെല്ലാം നടത്താനാണ് ശ്രമിക്കും. പക്ഷെ മറുവശത്ത് ഈ സീറ്റിൻ്റെ എണ്ണം വർദ്ധിക്കുമ്പോൾ 129 സീറ്റിൽ നിന്നും 140, 150 ആയിട്ട് വർദ്ധിക്കുന്ന, എന്തുകൊണ്ട് അത് 600, 700 ആയി വർദ്ധിക്കുന്നില്ല എന്ന് കോൺഗ്രസ് മുൻകൂട്ടി കാണുന്നു. കോൺഗ്രസും സഖ്യകക്ഷികളും ഈ മാറ്റത്തെ മുൻകൂട്ടി കാണാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? BJP ആണ് ജയിക്കാൻ പോകുന്നതെന്ന് സമ്മതിച്ചിട്ടാണോ? ആലോചിക്കേണ്ട വിഷയമാണ്. BJPക്ക് നേട്ടമുണ്ടാകുമെന്ന് നമ്മൾക്ക് പ്രഥമ ദൃഷ്ടിയ നമുക്ക് ബോധ്യപ്പെടുന്നത് തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ BJPക്ക് വലിയ വേരോട്ടം ഇല്ലാതിരിക്കുകയും
വടക്കേന്ത്യ സംസ്ഥാനങ്ങളിൽ നല്ല വേരോട്ടം ഉണ്ടാവുകയും നല്ല വളർച്ച ഉണ്ടാവുകയും ചെയ്യുന്ന സ്ഥലത്ത് അവിടെ ജനസംഖ്യ അനുപാതമായി അവിടെ സീറ്റ് കൂടുകയാണെങ്കിൽ അത് പാർലമെന്റിലെ ഭരണം എന്നും BJPക്ക് നിലനിർത്താൻ കഴിയും എന്ന അത് അവരുടെ കുഴപ്പമാണെന്ന് പറയാൻ കഴിയില്ല. അതവർ ജനാധിപത്യപരമായി ഭരണഘടന നിഷ്കർഷിക്കുന്ന കാര്യങ്ങൾ അവർ ചെയ്തു പോകുന്നു, അതിൻ്റെ ഗുണം അവർക്ക് കിട്ടുന്നു എന്നതിലുപരി അതിനെ കുറ്റപ്പെടുത്താൻ നമുക്കാവില്ലല്ലോ. ആവോ? അതിനെ നമുക്ക് ഒരിക്കലും ടെക്നിക്കലായിട്ട് കുറ്റപ്പെടുത്താൻ പറ്റില്ല, ധാർമ്മികമായിട്ട് അതിനെ കുറ്റപ്പെടുത്താം. കാരണം ഒരു കരുത്തുള്ള ജനാധിപത്യ സംവിധാനത്തിൻ്റെ പ്രത്യേകത കൂടെ ഉള്ളവരെ, ഒപ്പം ഉള്ളവരെ, അവർ ദുർബലരാണെങ്കിൽ കൂടി, ന്യൂമറിക്കലായിട്ട് ദുർബലരാണെങ്കിൽ കൂടി ഉറപ്പായിട്ടും ഒപ്പം കൂട്ടി മുന്നോട്ട് പോകുക എന്നുള്ളതാണ് കരുത്തുറ്റ ജനാധിപത്യത്തിൻ്റെ പ്രത്യേകത. ആ ജനാധിപത്യ മൂല്യങ്ങളെ BJP അംഗീകരിക്കുന്നുണ്ടെങ്കിൽ, BJP പുതിയ ഡീലിമിറ്റേഷൻ പ്രകാരം പാർലമെൻറ്റ് സീറ്റുകളുടെ കാര്യത്തിൽ അപ്രമാദിത്വം കിട്ടിയാൽ പോലും അത് അംഗീകരിക്കാത്ത, അവിടെ BJPയുടെ നയങ്ങളെ അംഗീകരിക്കാത്ത മറ്റു ഭാഗങ്ങളിൽ ജീവിക്കുന്നവർക്ക് അംഗീകാരം കൊടുക്കാൻ BJP നിർബന്ധിതമാകും. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇസ്രായേൽ വീണ്ടും ഒരു കാര്യം തെളിയിക്കുന്നുണ്ട്. കാരണം ജൂതന്മാർ ഏറ്റവും ലോകത്തിലെ ഏറ്റവും ചെറിയ ന്യൂനപക്ഷമാണ്. അവരെ ന്യൂനപക്ഷമായിട്ട് നമ്മുടെ ഇവിടെയുള്ളവർ അംഗീകരിക്കില്ല. ജൂതന്മാർ ഏറ്റവും ചെറിയ ന്യൂനപക്ഷമാണ്. അവരുടെ അംഗബലം, സൈന്യത്തിൻ്റെ ബലം, ആയുധങ്ങളുടെ ബലം. പക്ഷേ എന്നിട്ടും ബഹുഭൂരിപക്ഷം വരുന്ന അറബ് ലോകത്തിന് ജൂതന്മാരെ കീഴടക്കാൻ പറ്റുന്നില്ല. ഈ സത്യം ഇവിടെയുമുണ്ട്. ഇവിടെ പാർലമെൻറ്റിൽ എത്ര സീറ്റ് ഭൂരിപക്ഷം കിട്ടിയാൽ പോലും അതിനെ ചെറുക്കാൻ ജനാധിപത്യപരമായ മാർഗങ്ങളില്ലെങ്കിൽ പണ്ട് തമിഴ്നാട്ടിലൊക്കെ ഹിന്ദി വിരുദ്ധ സമരം ഉണ്ടായതുപോലെ രൂക്ഷമായ സമരങ്ങളെ നേരിടേണ്ടി വരും. അത് അടിച്ചമർത്തുക അത്ര എളുപ്പമല്ല. ഈ അപകടം കാണാൻ കഴിയില്ലാതെയാണ് മോഡിയും കൂട്ടരും മുന്നോട്ട് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഓരോ സ്റ്റേറ്റിൽ ഇപ്പോൾ പഞ്ചാബിലായി, പഞ്ചാബി ഭാഷ പഠിക്കണം എന്ന് നിർബന്ധം. തെലുങ്കാനയിലാവുന്നു, തെലുങ്ക് പാസ്സാകാതെ അവിടുന്ന് ഡിഗ്രി അംഗീകരിക്കില്ല, അവിടുത്തെ വിദ്യാഭ്യാസം അംഗീകരിക്കില്ല. പഞ്ചാബ് എങ്ങനെ, തെലുങ്ക് എങ്ങനെ, തമിഴ്നാട് ഓൾറെഡി അങ്ങനെയാണ്. നാളെ കേരളവും കർണാടകയും ആ മാർഗത്തിൽ പോകും. അപ്പോൾ അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയെ യോജിപ്പിക്കാൻ വേണ്ടി, വലിയ രീതിയിൽ യോജിപ്പിക്കാൻ വേണ്ടി വന്ന മോഡി നേരെ മറിച്ച് ഇന്ത്യയെ ഭിന്നിപ്പിക്കുന്ന അല്ലെങ്കിൽ വിഭാഗീയത വളർത്തുന്ന ഒരു ശക്തിയായിട്ട് അറിയാതെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് BJPയുടെ വിവരം കേട്ട അല്ലെങ്കിൽ അതും ഇതുപോലെ കുറേ ആൾക്കാരുടെ പ്രത്യേകതയാണ്. അത് യോഗികൾ ആരുമാകാം. ഇപ്പം അവിടെ പല ക്ഷേത്രങ്ങൾ ഉത്സവ സമയത്ത് അതിന് ചുറ്റുമുള്ള സ്ഥലങ്ങളിൽ കട നടത്താൻ പാടില്ലെന്ന് പറയും. കടകൾ നടത്താൻ പാടില്ല. മറ്റന്യ സമുദായക്കാർ, മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ളവർ കടകൾ നടത്താൻ പാടില്ല. ഇതങ്ങനെ ഒരു നിയമമൊന്നുമില്ല, നിയമമില്ല. പക്ഷെ നടത്താൻ തന്നെ അടിച്ചു ഓടിക്കും. ഇവിടെ ഇതാണ് ഫാസിസത്തിൻ്റെ ടെൻഡൻസി. നിയമം വേണ്ട. അത് നമ്മുടെ മലബാർ സൈഡിനെ കുറിച്ച് നമ്മൾ പലപ്പോഴും നമുക്ക് നേരിട്ടറിയാൻ പറ്റുന്ന കാര്യമാണ്. പറയാറുണ്ട്, ഈദ് സമയത്ത്, ഇതിൻ്റെ സമയത്ത് അവിടെ ഹോട്ടലുകളൊന്നും തുറക്കാൻ അനുവദിക്കില്ല എന്ന് പറയാറുണ്ട്. അന്യ സമുദായക്കാരുടെയും തുറക്കാൻ അനുവദിക്കത്തില്ല എന്ന് പറയാറുണ്ട്. കാരണം ഇത് എല്ലാ സ്ഥലങ്ങളിലും അവിടെ പശുവിൻ്റെ ഇറച്ചി എടുത്തുകൊണ്ട് പോകുന്നതിന് തല്ലിക്കൊല്ലുന്നെങ്കിൽ അതേപോലെ തന്നെ ഉള്ളൊരു സംഭവം ഇവിടെ നടക്കുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. താങ്കൾ കറക്റ്റായിട്ട് കാര്യം പറഞ്ഞത്. രണ്ട് കാര്യങ്ങളുണ്ട്. അവിടെ പശു ഇറച്ചിയാണ് തിന്നാൻ അനുവദിക്കാത്തതെങ്കിൽ ഇവിടെ വരുമ്പോൾ എന്താകും? മൗലികപരമായി മതത്തെ ഒരു ആയുധമാക്കി സംഘടനാശക്തി നിലനിർത്താൻ ഉദ്ദേശിക്കുന്ന എല്ലാവരും ഇത്തരം വിഭാഗീയമായ ചിന്താഗതികൾ വളർത്താൻ നോക്കും. അത് പാർട്ടിക്കാരാണ് കൂട്ടുനിൽക്കും. ഉത്തരേന്ത്യയിൽ ഒരു കാലത്ത് പശു ഇറച്ചി കൈവശം വെച്ചതിന്, അല്ലെ പശുവിനെ കച്ചവടം ചെയ്തതിന് ചിലർ തല്ലിക്കൊടുക്കും. വലിയ പ്രശ്നമായി. അപ്പം പശു ഇറച്ചി തിന്നാനുള്ള സംരക്ഷണം ആയിട്ട് പോയത് ഉത്തരേന്ത്യയിലേക്കല്ല, മലപ്പുറത്തേക്കും കോഴിക്കോട്ടേക്കുമാണ് വന്നത്. ബീഫ് ഫെസ്റ്റിവൽ നടത്തി. എന്തായിരുന്നു അതിന്റെ ഉദ്ദേശം? ഇവിടെ ഒരു തടസ്സമില്ല. കേരളം മാത്രമേ അങ്ങനെ ഉള്ളൂ എന്ന് പറയാൻ, ഞങ്ങളാണത്, അതിന്റെ കാരണക്കാർ ഞങ്ങളാണ് എന്ന് ജനങ്ങളെ കബളിപ്പിക്കാൻ ഒരു വിഭാഗം ബീഫ് ഫെസ്റ്റ് നടത്തിയാൽ ആദ്യം ഓടിയെത്തുന്നത് ചിലപ്പോൾ ഹിന്ദുക്കൾ തന്നെയായിരിക്കും. ഇവിടെ കേരളത്തെ സംബന്ധിച്ച് അങ്ങനെ ഒരു പ്രശ്നമുള്ള സ്ഥലമല്ല. അവിടെ വന്നിട്ട് ഇത് നടത്തേണ്ട ആവശ്യമില്ല എന്നുള്ളത് അത് വേറെ വിഷയമാണ്. നമ്മുടെ വിഷയത്തിൽ നിന്ന് തിരിച്ചു പോകണ്ട. നമ്മുടെ വിഷയം ശരിയായിട്ട് ഇതിനകത്തിൽ ഒരു അജണ്ടയുണ്ട് എന്ന് പറയാനോ അല്ലെങ്കിൽ BJPയുടെ ഒരു തന്ത്രമാണെന്ന് പറയാനോ ഭരണം എന്ന് നിലനിർത്താൻ വേണ്ടി അവർ കാണിക്കുന്ന കളിയാണെന്നോ പറയാൻ പറ്റില്ല. ഭരണഘടനാപരമായി അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ചെയ്യുന്നതിന് ആർക്കും ഇതിനെ നേരിടാൻ എന്തെങ്കിലും മാർഗങ്ങളുമായിട്ട് കോൺഗ്രസോ മറ്റു പാർട്ടികളോ മുന്നോട്ട് വരുമോ? വന്നാൽ എന്തായിരിക്കും അതിന്റെ ഫലം? ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. ജനസംഖ്യാനുപാതികമായി ഇങ്ങനെ വരുന്ന സമയത്ത് കോൺഗ്രസ് സ്വയം ശക്തിപ്പെടുക, ശക്തമായ ലീഡർഷിപ്പ് ഉണ്ടാകുക. ഏറ്റവും പ്രധാനം ശക്തമായ ജനങ്ങൾക്ക് വിശ്വാസമുള്ള ലീഡർഷിപ്പ് ഉണ്ടാകുക. അതിനെ പറ്റിയ നേതാക്കന്മാരെ കണ്ടെത്താൻ നോക്കുക. പക്ഷെ അതിൻ്റെ യാതൊരു ലക്ഷണവും കാണുന്നില്ല. അതിൻ്റെ യാതൊരു ലക്ഷണവും കാണുന്നില്ല. ഷമാ മുഹമ്മദും KC വേണുഗോപാലൊക്കെ ആയിട്ട് നേതാക്കന്മാരായിട്ട് വരുന്നത് ടോമടക്കം പോയി കഴിഞ്ഞു. ഇതാണ് കുഴപ്പം. ഇവരെ വെച്ചുകൊണ്ട് മോഡിയെ നേരിടാമെന്ന് പ്രതീക്ഷിക്കുന്നത് മണ്ടത്തരമാണ്. പക്ഷെ കോൺഗ്രസിൽ തന്നെ കരുത്തുള്ളവരുണ്ട്. ഉദാഹരണം ഷാഫി പറമ്പിൽ
ഒരു മേഖലയുടെ മുഴുവൻ നേതാവായി മാറിക്കഴിഞ്ഞു അദ്ദേഹം. മതത്തിൻ്റെ മാത്രമല്ല, എല്ലാ മതങ്ങളുടെയും. അങ്ങനെയുള്ള ധാരാളം കോൺഗ്രസ്സുകാരുണ്ട്. അവർക്ക് എക്സ്പോഷർ കൊടുക്കാൻ കോൺഗ്രസ് തുറന്ന മനസ്സോടെ തയ്യാറാണ്. അവരെ വളർത്തായിരുന്നിട്ട് കാര്യമില്ല. ഈ 18 സീറ്റിൻ്റെ പ്രശ്നം, അല്ലെങ്കിൽ നാളെ കേരളത്തിന് കിട്ടാൻ പോകുന്ന 16-17 സീറ്റുകളുള്ളൂ. ആലോചിച്ച് നോക്കണം. പുതിയ ആനുപാതികമായിട്ട് അപ്പം ചുരുക്കത്തിൽ നമ്മുടെ ഇപ്പോൾ MP മാരായി സൂചിച്ചിരിക്കുന്നവർക്ക് നാളെ MP സീറ്റ് കിട്ടുമെന്ന് പ്രതീക്ഷ വേണ്ട. മത്സരിക്കാൻ സീറ്റ് കാണിയില്ല, തരൂരിനും സീറ്റ് കാണിയില്ല, രാജ്ഭവൻ ഉണ്ണിത്താനും സീറ്റ് കാണിയില്ല. ആർക്കും കാണാതിരിക്കാം. അങ്ങേയറ്റം ഇങ്ങേറ്റം പറഞ്ഞുള്ളൂ. ഇത് കാത്തിരിക്കുക. ഇവിടെ കുറയും, കേരളത്തിലൊക്കെ കുറയാണ് സാധ്യത. പക്ഷെ അതിൻ്റെ കേരളത്തിനും അല്ലെങ്കിൽ തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് പറയാനുള്ള ധാർമ്മികമായ കാര്യം ഒരു കാലത്ത് കളിയാക്കി പറയുമായിരുന്നു. 10-30 വർഷം മുമ്പ് ജനസംഖ്യ കുറയ്ക്കാൻ വേണ്ടി കുടുംബാസൂത്രണം ക്യാമ്പുകൾ നടത്തി എല്ലാ നാട്ടിലും. ആ ക്യാമ്പിൽ പങ്കെടുത്തതിന് ഓപ്പറേഷൻ വിധേയമാകുന്നവർക്കെല്ലാം ബക്കറ്റ് കൊടുക്കുമായിരുന്നു. ഈ ബക്കറ്റ് തൂക്കി പിടിച്ചുകൊണ്ട് വഴി കൂടെ ഗ്രാമപ്രദേശത്തെ റോഡുകളിൽ കൂടെ ആൾക്കാർ വരുമായിരുന്നു. ആ അവസ്ഥ സക്സസ്ഫുൾ ആയിട്ട് നടപ്പാക്കിയ തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളാണ്, പ്രത്യേകിച്ച് കേരളം. അപ്പോൾ അതിൻ്റെ കാഷ്വാലിറ്റിയാണ് ഗവൺമെൻറ്റിൻ്റെ പ്രോഗ്രാം, ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പദ്ധതി നന്നായിട്ട് നടപ്പാക്കിയതിൻ്റെ പേരിൽ ഇന്ന് നമ്മൾ ശിക്ഷിക്കപ്പെടുകയാണ്. അതാണ് അതിൻ്റെ ഏറ്റവും അധാർമികമായ പ്രശ്നം. അതാണ് അതിൻ്റെ ഏറ്റവും. അപ്പോൾ നമ്മൾ ഈ പ്രോഗ്രാം, ജനസംഖ്യാ നിയന്ത്രണം എന്നുള്ള പ്രോഗ്രാം നന്നായി നടത്തിയതിൻ്റെ പേരിൽ നമ്മൾ ശിക്ഷിക്കപ്പെടുകയാണ്. അപ്പോൾ ജനസംഖ്യാ നിയന്ത്രണം നടത്തുകയും കൂടുതൽ വിദ്യാഭ്യാസം ഉണ്ടാകുകയും കൂടുതൽ ആരോഗ്യരംഗത്ത് പുരോഗതി ഉണ്ടാക്കുകയും ചെയ്തപ്പോൾ നമ്മൾ പിന്തള്ളപ്പെടുകയാണ്. കാരണം നിങ്ങൾക്ക് ഇനി വിഭവങ്ങളിൽ ആവശ്യമില്ലെന്ന് പറയും. ഒന്നും ചെയ്യാതെ ആകെ ജോലി സന്താനവർദ്ധനം മാത്രമാക്കി സ്വീകരിച്ച ഇഷ്ടം പോലെ ജനവിഭാഗങ്ങളുണ്ട്. അവർക്ക് വീണ്ടും വീണ്ടും ആനുകൂല്യങ്ങളാണ്. അവരാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അവരാണ് പൗരത്വ ബില്ല് പാസ്സാക്കണം തീരുമാനിക്കുന്നത്. അവരാണ് വഖഫിനെ കുറിച്ച് ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നത്. തീർച്ചയായിട്ടും ഒരു റെസിപ്രോക്കലായിട്ട് എങ്കിലും കേരളം പോലുള്ള സംസ്ഥാനങ്ങളിലെ ആവശ്യങ്ങളെ പരിഗണിക്കുമ്പോൾ രാജ്യസഭയിലൊക്കെ വോട്ടിൻ്റെ മൂല്യത്തിന് വ്യത്യാസമുണ്ട്. അത് മാത്രം മതി. അപ്പോൾ വലിയ സ്റ്റേറ്റുകളിൽ കൂടുതൽ എണ്ണം വരുന്ന ജനസംഖ്യ വരുന്ന സ്റ്റേറ്റുകളിൽ വോട്ടിൻ്റെ മൂല്യം കുറച്ചാൽ മാത്രം മതി. മൂല്യം എന്ന് പറയുന്നത് എല്ലാം പരസ്പരം തുല്യമായിട്ട് വരത്തക്ക രീതിയിൽ രാജ്യസഭാ ഇലക്ഷൻ പോലെ ലോക്സഭാ ഇലക്ഷൻ്റെയും വോട്ടിൻ്റെ മൂല്യത്തിലൊരു നിയന്ത്രണം ഉണ്ടായാൽ ഈ തട്ടിപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. അതൊരിക്കലും സാധ്യമാവുക. കാരണം അത് കണക്കൂട്ടുക പ്രയാസമല്ലേ. നമ്മുടെ ഇവിടെ ചെയ്യുന്ന വോട്ടിന് 1 വോട്ടിന്റെ വിലയും UP ചെയ്യുന്ന വോട്ടിന് അര വോട്ടിന്റെ വിലയും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ അങ്ങനെ രാജ്യസഭ അങ്ങനെയാണ്. രാജ്യസഭ ഇലക്ഷൻ്റെ അങ്ങനെയാണ്. കേരളത്തിലെ ഒരു MLA വോട്ടിന്റെ വിലയും ഉത്തർപ്രദേശിലെ MLA വോട്ടിന്റെ വിലയും വ്യത്യാസമുണ്ട്. അത് നടപ്പാക്കാനായിട്ട് ഇതുവരെ ഒരു പ്രഷറോ ഇതിനൊരു സംഭാഷണമോ ഈ വിഷയമായിട്ട് മോഡി ഗവൺമെന്റ് മുമ്പോട്ട് പോവുകയാണെങ്കിൽ ഒരിക്കലും അവർക്ക് നേട്ടം ഉണ്ടാകും എന്ന് പൂർണ്ണമായി ഉറപ്പുള്ള ഒരു കാര്യത്തിൽ അവർ ഒരു വെള്ളം ചേർത്ത് ഞങ്ങൾക്ക് ഇച്ചിരി നേട്ടം കുറഞ്ഞോട്ടെ എന്ന് വെക്കുമെന്ന് തോന്നുന്നുണ്ടോ? അപ്പൊ അതുകൊണ്ട് നടപ്പാകുന്ന കേസല്ല. ഭരണകക്ഷി ചെയ്യാൻ തീരുമാനിക്കാത്ത ജനങ്ങളുടെ താല്പര്യങ്ങൾ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി അതിനുവേണ്ടി നിലകൊള്ളാനും അത് പോരാടി നേടാനുള്ള ബാധ്യത പ്രതിപക്ഷത്തിനാണ്. ആ പ്രതിപക്ഷ ഡ്യൂട്ടി ചെയ്യുന്നില്ല നമുക്കൊന്നും പറയാനില്ല. നമ്മളുടെ ഏത് ചാനൽ ചർച്ചയിലിരുന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇതെല്ലാവർക്കും അറിയാം. അതെങ്ങനെ മാറ്റിയെടുക്കും എന്നുള്ളതാണ് വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ളൊരു പ്രശ്നമാണ്. അപ്പോൾ എന്തായാലും ഈ ചർച്ച നമ്മൾ കൺക്ലൂഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒന്നാണ് പറയാൻ കഴിയുന്നത്, ജനസംഖ്യ അനുപാതത്തിൽ പാർലമെന്റിനെ പുനർനിർണയിക്കാനുള്ള അവകാശം ഭരണഘടന നൽകിയിട്ടുണ്ട്. അത് 1971 കോൺഗ്രസ് തന്നെ തൽക്കാലത്തേക്ക് അത് സ്റ്റോപ്പ് ചെയ്യുകയും ഇപ്പോൾ BJP വന്നപ്പോൾ അത് ജനസംഖ്യ അനുപാതത്തിൽ തന്നെ ആക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്യുന്നു. അപ്പോൾ 600 സീറ്റിന് മുകളിലേക്ക് രാജ്യസഭാ സീറ്റുകൾ വർദ്ധിക്കാൻ പോവുകയാണ്. വർദ്ധിക്കാൻ പോകുമ്പോൾ കേരളത്തിലേക്ക് 20 സീറ്റ് എന്നുള്ളത് 17-16 സീറ്റുകളായി കുറയുകയും അതേപോലെ ഉത്തർപ്രദേശിലെ സീറ്റുകൾ 40%ഓളം വർദ്ധിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് പോകുന്നു. കാരണം അവിടെ ജനസംഖ്യ കൂടുതലാണ്. നമ്മൾക്ക് ഇന്ദിരാഗാന്ധിയുടെയൊക്കെ സമയത്ത് കുടുംബാസൂത്രണത്തിനെ സംബന്ധിച്ച് നല്ല അവബോധം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ആ അവബോധം ശരിയായി കേരളത്തിലെ ജനങ്ങളും അല്ലെങ്കിൽ തെക്കേ ഇന്ത്യയിലെ ജനങ്ങൾ ഉൾക്കൊള്ളുകയും അതനുസരിച്ച് അവരൊക്കെ ഫാമിലി പ്ലാനിങ്ങിന് വിധേയരാകുകയും ചെയ്തിട്ടുണ്ട്, സ്വയം പോയി വിധേയരാകുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജനസംഖ്യ തെക്കേ ഇന്ത്യയിൽ കുറയുകയും എന്നാൽ വടക്കേ ഇന്ത്യയിലെ സർക്കാരിലേക്ക് അങ്ങനെ അവബോധം എത്താൻ കഴിയാത്തത് കൊണ്ട് അവിടെ ജനസംഖ്യ അങ്ങനെ തന്നെ തുടരുകയും ചെയ്തു. നമുക്ക് കോട്ടമുണ്ടായി ആ ജനസംഖ്യ. പക്ഷേ നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് അത് വല്ലാതെ ഉപകരിച്ചു എന്നുള്ളത് സമ്മതിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് സംഭവിച്ചിരിക്കുന്നത് 20 സീറ്റ് എന്നുള്ളത് 16-17 സീറ്റായി മാറും എന്നും തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ വേരോട്ടം കുറഞ്ഞ BJPക്ക് വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ സീറ്റ് കൂടുതൽ കിട്ടുന്നതോടു കൂടി തീർച്ചയായും അധികാരം നിഷ്പ്രയാസം ലഭിക്കുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാകും എന്നുള്ളതാണ് രാഷ്ട്രീയ കക്ഷികൾ എല്ലാവരും വിലയിരുത്തുന്നത്. ആ വിലയിരുത്തലിനെ ആദ്യം ചോദ്യം ചെയ്യാൻ കഴിയത്തില്ല. പിന്നെ സാറ് പറഞ്ഞതുപോലെ വോട്ടിൻ്റെ മൂല്യം നിർണ്ണയിച്ച് കേരളത്തിലുള്ള ഒരു വോട്ടിൻ്റെ വിലയും UPയിലുള്ള വോട്ടിൻ്റെ ആ ഒരു വാല്യൂ ഡിഫറൻ്റ് ആക്കി കണ്ടാൽ
പക്ഷെ അതൊന്നും നടക്കുമോ എന്നറിയില്ല. ഏതായാലും വരുന്ന സമയങ്ങളിൽ ഇലക്ഷൻ കഴിയുന്നതോടുകൂടി ഇതിൻ്റെ പാർലമെന്റ് ഇലക്ഷനിലേക്കുള്ള കാര്യങ്ങൾ ചർച്ചയിലേക്ക് വരും. അപ്പോഴേക്കും ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഉരുത്തിരിഞ്ഞു വരും എന്ന് വിചാരിക്കാം. അടുത്ത ഒരു ചർച്ചയുമായി ഞങ്ങൾ വീണ്ടും നിങ്ങളുടെ മുന്നിൽ എത്തുന്നതാണ്. ചർച്ച കാണുകയും ഞങ്ങളെ നേരിട്ടും കമൻറ്റ് ബോക്സിലും ഒക്കെ അഭിപ്രായം അറിയിക്കുകയും ചെയ്യുന്ന എല്ലാവരോടുമുള്ള നന്ദി ഞങ്ങൾ രേഖപ്പെടുത്തുന്നു. നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.